നല്ല പൊരിച്ച കോയിന്റെ മണുണ്ടല്ലോ. ഞങ്ങൾ വയനാട്ടുകാർ പൊതുവെ ദമ്മിട്ട ബിരിയാണി എന്നാണ് കേട്ടോ പറയാ. ഞാൻ പിന്നെ പൊതുവെ പൊരിച്ചിട്ടാണ് ചിക്കൻ ആയാലും ബീഫായാലും വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെതായ സ്റ്റൈലിലുള്ള ദം ബിരിയാണിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റൈസ് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഓവറാക്കി ചളമാക്കുന്നില്ല. ചിക്കന് നമ്മൾ എയർ ഫ്രയറിൽ തയ്യാറാവുന്നുണ്ട്. അപ്പം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ച ഉള്ളിയെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. ഒരു സെറ്റ് ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പോലെ ഉള്ളിത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പോലെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും നല്ല പോലെ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇത്രയും കൂട്ടി നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓവർ മസാല ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഗരം മസാലയും ചിക്കൻ മസാലയും മാത്രം മതി കേട്ടോ. അതാണ് കേട്ടോ ഇതിന് ടേസ്റ്റും. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് നല്ല പോലെ ഒന്നിങ്ങനെ പൊതിഞ്ഞെടുക്കണം കേട്ടോ മസാലയിൽ. പിന്നെ നമ്മൾ അടിവശം കട്ടിയുള്ള, അതായത് അടിവശം നല്ല പരന്നൊരു പാത്രത്തിലേക്ക് നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ചിക്കനും മസാല മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം മല്ലിച്ചപ്പും പുതിനച്ചപ്പും വിതറുക. പിന്നെ കാഷ്യൂ നട്ട്സും കിസ്മിസും ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തിടുക. പിന്നെ നമ്മൾ റൈസ്, പിന്നെ നമ്മൾ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പിന്നെ തീ കുറച്ച് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ മേലെ നമ്മൾ വെയിറ്റ് വെക്കണം കേട്ടോ, എയർ പോവാതിരിക്കാൻ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പൊ ടാറ്റാ, ബൈ ബൈ, സീ യു.